ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടയും റവയും കൊണ്ട് ഒരു കിഡിലൻ സ്നാക്സ് ആണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഓരോ ഇതളാക്കിയിട്ട് നമുക്കിതൊന്ന് ഇടർത്തിയെടുക്കാം. സവാള അങ്ങനെ ഓരോ ഇതളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു സവാള വലുതാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് 2 എണ്ണം എടുക്കാം. അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഉള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 ഇല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് തന്നെ പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം ഇതിലൊരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പെരുംജീരകമാണെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 3/4 കപ്പ് റവ ആണ് എടുത്തിട്ടുള്ളത്. സവാള നമ്മൾ എത്ര എടുക്കണോ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 എണ്ണം ചേർക്കുകയാണെങ്കിൽ നമ്മളതുപോലെ 2 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരും. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിതവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് തന്നെ വെള്ളം മതിയാവും. അപ്പം കുറേശ്ശെ ചേർത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് നമ്മൾ ഉള്ളിവടയൊക്കെ പൊരിക്കുന്ന ആ ഒരു രീതിക്ക് ഒരു തിക്നെസ് ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചീഞ്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി നമ്മൾ ഓരോ പിടിയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഉള്ളിവടൻ്റെ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാണ്ടില്ല അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ സ്നാക്സിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ എണ്ണ പിടിക്കാതെയും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.